അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും കരുതലോടെ വളർത്തുന്നതും നമ്മുടെ മക്കളെയാണ്. എന്നാൽ ദേഷ്യം വരുമ്പോൾ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ മക്കൾക്കെതിരെ ചില ശാപവാക്കുകൾ പറയാറുണ്ട്. ഇത് എത്രത്തോളം അപകടകരമാണെന്ന് നിങ്ങൾക്കറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരായി പ്രാർത്ഥിക്കരുത്. കാരണം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ഏതെങ്കിലും ഒരു സമയത്താണ് നിങ്ങളുടെ ആ വാക്ക് വരുന്നതെങ്കിൽ അത് അവർക്ക് വലിയ ദോഷമായി ഭവിക്കും. നമ്മുടെ ഒരു ചെറിയ ദേഷ്യം കാരണം അവരെ ശപിക്കുമ്പോൾ ഒരു പക്ഷേ ആ വാക്ക് അള്ളാഹു സ്വീകരിച്ചാൽ നമ്മുടെ മക്കളുടെ ഭാവി തന്നെ ഇരുളടഞ്ഞു പോകാൻ അത് കാരണമാകും. പിന്നീട് നമ്മൾ എത്ര സങ്കടപ്പെട്ടാലും കരഞ്ഞാലും അത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. പലപ്പോഴും നീ ഗുണം പിടിക്കില്ല, നിനക്ക് നാശം സംഭവിക്കട്ടെ എന്നൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞു പോകാറുണ്ട്. എന്നാൽ അതിനു പകരം എത്ര ദേഷ്യം വന്നാലും അള്ളാഹു നിന്നെ നന്നാക്കട്ടെ, അള്ളാഹു നിനക്ക് ഹിദായത്ത് നൽകട്ടെ എന്ന് പറയാൻ നമ്മൾ ശീലിക്കണം. ഓർക്കുക, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന പോലെ തന്നെ ഗൗരവമുള്ളതാണ് അവർക്കെതിരെ നടത്തുന്ന ശാപവാക്കുകളും. അതുകൊണ്ട് മക്കൾ എത്ര തെറ്റു ചെയ്താലും അവരോട് ക്ഷമിക്കാനും അവർക്ക് വേണ്ടി നല്ലത് മാത്രം പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയണം. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായി വളർത്താൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.